ഹലോ ഗൈസ്. അപ്പോൾ എന്നോട് ഒത്തിരി ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ക്ലിയെ പറ്റി പറയുമ്പോൾ ഒക്കെ എനിക്ക് കമൻറ്റ് ബോക്സിൽ വന്നൊരു ക്വസ്റ്റ്യനാണ്. ഞാൻ ഏത് കോച്ചിങ് സെൻറ്ററിലാണ് പഠിച്ചത്, ഞാൻ ഏത് ഗൈഡാണ് യൂസ് ചെയ്തത് പഠിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഞാൻ റാങ്കോട് കൂടെ നമ്മുടെ ക്ലീ എക്സാം ക്രാക്ക് ചെയ്ത ഒരാളാണ്. അപ്പോൾ എന്നോട് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് പഠിച്ചത്, അങ്ങനെയൊക്കെ കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എല്ലാവരോടും പറഞ്ഞു ഞാൻ അടുത്ത വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ആ വീഡിയോ ഇന്ന് തന്നെ ചെയ്യാമെന്ന് ഓർത്തു. ഇന്നലെ തന്നെ നമ്മൾ GK വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവർ അത് കാണേണ്ടതാണ്. അതുപോലെ ഇംഗ്ലീഷിൻ്റെയും മാത്സിൻ്റെയും ഒക്കെ വീഡിയോ തുടരെ വരുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് ഞാൻ എവിടെയാണ് പഠിച്ചത്, അതുപോലെ കുറച്ച് എനിക്ക് പറയാനുള്ള കുറച്ച് ടിപ്പുകൾ എനിക്ക് പറഞ്ഞു തരാനുണ്ട്. അപ്പോൾ അതും കൂടെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും അവസാനം വരെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഞാൻ കോച്ചിങ് ചെയ്തതെന്ന് പറയുന്നത് ഓൺലൈൻ കോച്ചിങ് ആയിരുന്നു. കാരണം എനിക്ക് കുറച്ചും കൂടെ സ്യൂട്ടബിളായിട്ട് തോന്നിയത് ഓൺലൈൻ കോച്ചിങ് തന്നെയാണ് പോയി പഠിക്കുന്നതിനെക്കാട്ടിലും. എൻ്റെ ഒരു സ്റ്റഡി ഹാബിറ്റിന് വീട്ടിലെ ആ ഒരു കംഫർട്ടിലിരുന്ന് നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് പഠിക്കുന്നതാണ് എനിക്ക് താല്പര്യം. അതുകൊണ്ട് നിങ്ങൾ കോച്ചിങ് സെൻറ്റർ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങളുടെ ഹാബിറ്റ് ഓഫ് സ്റ്റഡി അത് ആദ്യം നിങ്ങൾ കണ്ടുപിടിക്കുക. നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്ന് പഠിക്കാനാണ് താല്പര്യമെങ്കിൽ നിങ്ങൾ ഓൺലൈൻ ചെയ്യുക. അല്ലാതെ വെളിയിൽ പോയി പഠിച്ചാൽ കൂടുതൽ മനസ്സിലാവുന്ന കുട്ടികളുണ്ട്. ഇപ്പോൾ ഡൗട്ട് ക്ലിയറൻസ് ഒക്കെ ഓൺലൈനിൽ നടക്കും. എന്നാലും വെളിയിൽ പോയി ഇരുന്ന് ആ ഒരു അറ്റ്മോസ്ഫിയറിൽ പഠിച്ചാലേ ശരിയാവത്തുള്ളൂ, കൂട്ടുകാരോടൊപ്പം ഇരുന്ന് പഠിച്ചാലേ ശരിയാവത്തുള്ളൂ എന്ന് ചിലവരുണ്ട്. പക്ഷേ എനിക്ക് അങ്ങനെയല്ല. ഐ എം ടോട്ടലി ഡിഫറെൻറ്റ്. എനിക്ക് ഓൺലൈനിൽ പഠിച്ചാലാണ് പെട്ടെന്ന് എൻ്റെ തലയിലോട്ട് കയറുക. അതും എനിക്കിഷ്ടമുള്ള സമയത്തൊക്കെ പഠിച്ചാലേ തലയിൽ കയറത്തുള്ളൂ. അങ്ങനെ ഒരു പ്രത്യേക ടൈപ്പാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ ഓൺലൈൻ പ്രിഫർ ചെയ്യുക, അല്ലെങ്കിൽ ഓഫ്ലൈൻ പ്രിഫർ ചെയ്യുക. ഇപ്പോൾ അത്യാവശ്യം എനിക്കറിയാവുന്ന ഓൺലൈൻ കോച്ചിങ് സെൻറ്റേഴ്സൊക്കെ നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ്സസും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ അതനുസരിച്ച് തിരഞ്ഞെടുക്കുക. ഞാൻ പക്ഷേ തിരഞ്ഞെടുത്തത് മെൻറ്റേഴ്സ് എന്ന് പറയുന്ന ലോ എൻട്രൻസ് കോച്ചിങ് ആണ്. അത് യൂട്യൂബിൽ അവൈലബിൾ ആണ്. അതുപോലെ അവരുടെ ഈ വർഷവും എൻ്റെ അറിവിൽ അവർക്ക് ഈ വർഷവും എൻട്രൻസ് കോച്ചിങ്ങിൻ്റെ പാക്കേജൊക്കെ സ്റ്റാർട്ട് ആയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ധാരണ. ഞാനത് ഒന്ന് നോക്കിയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവരുടെ സൈറ്റിൻ്റെ ലിങ്കും അതുപോലെ എനിക്കറിയാവുന്ന ഡീറ്റെയിൽസ് ഞാൻ ഇതിനകത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ചേരുക. ഞാൻ ഒരിക്കലും ഒരു പെയ്ഡ് പ്രൊമോഷനോ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുകയല്ല. പക്ഷേ മെൻറ്റേഴ്സ് ഉള്ളതുകൊണ്ടാണ് എനിക്ക് കുറച്ചും കൂടെ റാങ്ക് കുറച്ചുകൂടെ മേളിലേക്ക് കയറിയത്, എനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റിയത് എന്നൊരു തോന്നൽ എനിക്കുണ്ട്. ഞാൻ അതിന് മുമ്പത്തെ ഞാൻ അപ്പിയർ ചെയ്തതിൻ്റെ തൊട്ട് മുന്നത്തെ വർഷം ക്ലാറ്റ് എക്സാം, നാഷണൽ എക്സാം എഴുതിയതാണ്. അപ്പോൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് എനിക്ക് ചെറിയൊരു എക്സ്പോഷർ തന്നാൽ എനിക്ക് റാങ്ക് ക്രാക്ക് ചെയ്യാമായിരുന്നു. റാങ്ക് നല്ല മാർക്ക് ക്രാക്ക് ചെയ്യാമായിരുന്നു, ക്ലീ എക്സാം ക്രാക്ക് ചെയ്യാമായിരുന്നു. അപ്പോൾ ആ ഒരു സപ്പോർട്ടും മോട്ടിവേഷനൊക്കെ തന്നത് മെൻറ്റേഴ്സിലെ ടീച്ചേഴ്സ് തന്നെയാണ്. അപ്പോൾ മെൻറ്റേഴ്സിൻ്റെ കോച്ചിങ് ആണ് ഞാൻ എടുത്തത്. അതുപോലെ മെൻറ്റേഴ്സിൻ്റെ തന്നെ ഗൈഡുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇത് രണ്ടും വെച്ചിട്ടാണ് ഞാൻ പഠിച്ചത്. അതിനകത്ത് അത്യാവശ്യം നമുക്ക് വേണ്ട മാത്സൊക്കെ ആണെങ്കിൽ അതിനകത്ത് നമുക്ക് കുറേ ഇക്വേഷൻസും കുറേ ടിപ്സും ഒക്കെ ഉണ്ട്. അതെല്ലാം അതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമുക്ക് റെക്കോർഡഡ് ക്ലാസ്സും അങ്ങനെ കുറേ ഫെസിലിറ്റീസും ഉണ്ട്. ഞാൻ അതിനെപ്പറ്റി കൂടുതലായിട്ട് പറയുന്നില്ല, നിങ്ങൾ തന്നെ നോക്കി കണ്ടുപിടിക്കുക. ഞാൻ അതിൻ്റെ ലിങ്ക് എല്ലാം താഴെ കൊടുക്കാം. പിന്നെ അത് വെച്ചിട്ടാണ് ഞാൻ പഠിച്ചത്. പിന്നെ ക്ലിയെ പറ്റി നിങ്ങൾക്ക് ഇപ്പോൾ അത്യാവശ്യം അറിയാമായിരിക്കും ഏതൊക്കെ സബ്ജക്റ്റാണ് ഉള്ളത്. ജനറൽ നോളജ് ഉണ്ട്, നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഉണ്ട്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ജനറൽ നോളജും ഇംഗ്ലീഷുമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം എഴുതിയേക്കുന്നത്. ലീഗൽ ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ LLBയിലേക്ക് ആ ഒരു കോഴ്സിലേക്ക് കടക്കുന്ന സമയത്ത് ലീഗൽ ആപ്റ്റിറ്റ്യൂഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് മെൻ്റൽ എബിലിറ്റി, അത് നിങ്ങൾ കുറച്ചൊന്ന് നിങ്ങളുടെ ബുദ്ധി ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടിയുള്ള, അല്ലാതെ നമുക്ക് LLB കോഴ്സിലേക്ക് നിങ്ങൾ കടന്നു കഴിയുമ്പോഴത്തേനും മെൻ്റൽ എബിലിറ്റിയുടെ ആവശ്യമൊന്നുമില്ല. ഇതൊരു എൻട്രൻസ് എക്സാമിൻ്റെ ബേസിൽ മാത്രം കണ്ടാൽ മതി. പിന്നെ സിലബസിൻ്റെ ഓവർവ്യൂ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളിതെല്ലാം പറഞ്ഞാണ്. ഇംഗ്ലീഷാണ്, ലീഗൽ ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്, മെൻ്റൽ എബിലിറ്റി ഉണ്ട്, ജനറൽ നോളജ് ഉണ്ട്. അപ്പോൾ സ്റ്റഡി സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറയും, ഡെയിലി ടൈം ടേബിൾ വെച്ച് പഠിക്കുക. അല്ലാതെ ഒരു ദിവസം നിങ്ങൾ പഠിച്ചു, ഇനി 2 ദിവസം ലീവ് എടുക്കാം, 2 ദിവസം ഇനി റെസ്റ്റ് എടുക്കാം എന്നൊരു തോന്നൽ വെക്കാതെ നിങ്ങൾ കറക്റ്റായിട്ട് പഠിച്ചു പോവുക. അവസാനമാകുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു കോൺഫിഡൻസ് വരും, ഇത്രയും നാൾ ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചതാണ്, എന്നെക്കൊണ്ട് പറ്റും എന്നൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് വരും. അല്ലാതെ നിങ്ങൾ ലാസ്റ്റ് വരെ ഇങ്ങനെ ഉഴപ്പി നടന്നാൽ അവസാനം നിങ്ങൾക്ക് തോന്നും, ഞാൻ വെറുതെ ഉഴപ്പി നടന്നു, എന്നെക്കൊണ്ടൊന്നും ഇത് പറ്റത്തില്ല എന്നൊരു തോന്നൽ വരും. അപ്പോൾ നിങ്ങളുടെ ഒരു വർഷമാണ് പോകുന്നത്, അത് നിങ്ങൾ ഓർക്കുക. അപ്പോൾ റിവൈസ് ചെയ്യുക. അതുപോലെ നിങ്ങൾ റിവൈസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഒരു കാര്യം പഠിച്ചു, അത് അന്ന് തന്നെ നിങ്ങൾ മറക്കും ചിലപ്പോൾ. പക്ഷേ റിവൈസ് ചെയ്താൽ നിങ്ങൾ എക്സാം സമയത്തും അത് നന്നായിട്ട് ഓർമ്മ നിൽക്കും നിങ്ങളുടെ. പിന്നെ MCQ നിങ്ങൾ നോക്കുക. കാരണം എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്, ആ ക്വസ്റ്റ്യൻ പാറ്റേൺ നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കുക. അതുപോലെ MCQ ചെയ്ത് പഠിക്കുക.
പിന്നെ വീക്ക് ഏരിയാസ്, നിങ്ങൾക്കിപ്പോൾ മാത്സ് പാടാണെങ്കിൽ നിങ്ങൾ മാത്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. എന്ന് വെച്ച് ഫുൾ ടൈം ഇരുന്ന് മാത്സ് പഠിച്ചാൽ നിങ്ങൾക്ക് ഇംഗ്ലീഷും ബാക്കി ജി കെയും ഒക്കെ പാടായിരിക്കും. അപ്പോൾ നിങ്ങൾ എല്ലാത്തിനും ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ നിങ്ങൾ മാത്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇപ്പോൾ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് മാത്സ് കുറച്ച് ബുദ്ധിമുട്ടുള്ള ആളാണ്. അപ്പോൾ ഞാൻ മാത്സിന് ഒരു എക്സ്ട്രാ ടൈം വെച്ചിട്ട് ബാക്കിയെല്ലാം കറക്റ്റ് സമയത്തിന് പഠിച്ചു. മാത്സിന് കുറച്ചും കൂടെ എക്സ്ട്രാ ടൈം കൊടുത്തു. അങ്ങനെയാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് മാത്സ് വളരെ ബുദ്ധിമുട്ടാണ്, നിങ്ങളെക്കൊണ്ട് പറ്റുന്നേ ഇല്ലെന്നാണെങ്കിൽ നിങ്ങൾ അധികം സ്ട്രെസ് അതിന് കൊടുക്കാതെ കുറച്ച് പഠിച്ചിട്ട് ബാക്കി ശരിക്ക് പഠിക്കുക. അല്ലാതെ എല്ലാം ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് കുറച്ച് പഠിച്ചാൽ നിങ്ങൾക്ക് അധികം മാർക്ക് കിട്ടാൻ പോകുന്നില്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ മെൻറ്റേഴ്സിൻ്റെ ഗൈഡെന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പം ഞാൻ മെൻറ്റേഴ്സിൻ്റെ യൂസ് ചെയ്തുകൊണ്ട് ഞാൻ പറയുകയാണ്. മെൻറ്റേഴ്സ് അങ്ങനെ കുറേ എന്താണ് പറയുന്നത്, ലോ എൻട്രൻസ് കോച്ചിങ്ങിൻ്റെ സെൻറ്റേഴ്സ് ഉണ്ട്. അവരുടെ ഗൈഡ് അവൈലബിൾ ആണ്. നിങ്ങൾക്കത് നോക്കിയിട്ട് ഏതാണ് നിങ്ങൾക്ക് സ്യൂട്ടബിൾ എന്ന് തോന്നുന്നത് അത് യൂസ് ചെയ്യുക. മെൻറ്റേഴ്സ് ഞാൻ യൂസ് ചെയ്തതുകൊണ്ട് ഞാൻ പ്രിഫർ ചെയ്യുന്നതേ ഉള്ളൂ. പിന്നെ ജനറൽ നോളജ് ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞു. ന്യൂസ് പേപ്പർ നിങ്ങൾ ഡെയിലി വായിക്കുക. ന്യൂസ് പേപ്പർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതിൽ നിന്ന് തന്നെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതുപോലെ കേരള, നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ ന്യൂസ് നിങ്ങൾ നോക്കുക. അല്ലാതെ കേരളത്തിലെ നമ്മുടെ സാധാരണ പത്രം എടുത്ത് വെച്ച് വായിച്ചിട്ട് ഒരു കാര്യമില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അത് മാത്രം വായിച്ചിട്ട് കാര്യമില്ല. ഇൻ്റർനാഷണൽ ന്യൂസ്, ഇപ്പം നമ്മുടെ വാറൊക്കെ നടക്കുന്ന സമയമാണ്, അതൊക്കെ ചോദിക്കാവുന്നതാണ് നിങ്ങളുടെ ഈ എക്സാമിന്. അത് നിങ്ങൾ ഓർക്കുക. പിന്നെ ജി കെ നമ്മൾ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. ഇപ്പം മിനിസ്റ്റേഴ്സ് ആരൊക്കെയാണ്, ചീഫ് ജസ്റ്റിസ്, അങ്ങനെ ചില ക്വസ്റ്റ്യൻസ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മാറുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്, ആൻസേഴ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആ ക്വസ്റ്റ്യനൊക്കെ ഒന്ന് അപ്ഡേറ്റഡ് ആയിരിക്കണം നിങ്ങൾ. അല്ലാതെ നിങ്ങൾ പണ്ട് പഠിച്ചത് വെച്ച് അത് എഴുതാൻ പോയാൽ മാർക്ക് കിട്ടത്തില്ല. പിന്നെ ലീഗൽ ആപ്റ്റിറ്റ്യൂഡിൽ നിങ്ങൾ ബേസിക് ലീഗൽ പ്രിൻസിപ്പിൾസ് ആദ്യം പഠിക്കുക. അതിനെപ്പറ്റി ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. കുറച്ച് പ്രിൻസിപ്പിൾസ് നിങ്ങൾ പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് അത് ക്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ആ പ്രിൻസിപ്പിൾ പഠിച്ചാൽ അത് അപ്ലൈ ചെയ്യാനും വളരെ ഈസിയാണ്. നമ്മൾ സാധാരണ മനുഷ്യൻ്റെ ബുദ്ധി വെച്ച് ആലോചിച്ചാൽ അത് കിട്ടാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ അതൊന്ന് ആലോചിക്കുക. പിന്നെ പ്രാക്ടീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നിങ്ങൾക്കത് എങ്ങനെയാണ് അത് ചെയ്യേണ്ടത്, അത് എവിടെയാണ്, ഏത് പ്രിൻസിപ്പിളാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നറിയണമെങ്കിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. എന്നാലേ നിങ്ങൾക്കത് മനസ്സിലാകത്തുള്ളൂ. അല്ലെങ്കിൽ എല്ലാം ഒരുപോലൊക്കെ ഇരിക്കും. അവസാനം നമ്മുടെ എക്സാമിന് പോകുമ്പോഴത്തേനും എല്ലാ ക്വസ്റ്റ്യനും ആൻസറും എല്ലാം കൂടെ ഒരുപോലെ ഒരു അവിയൽ പരുവത്തിലായിരിക്കും. അപ്പം നിങ്ങൾ എല്ലാം ഒന്ന് റിവൈസ് ചെയ്ത് കറക്റ്റായിട്ട് നിങ്ങൾ പഠിക്കുക. അതുപോലെ ലീഗൽ മാക്സിംസ് ഇമ്പോർട്ടൻ്റ് ആണ്. കുറച്ച് ലീഗൽ മാക്സിംസ് ഉണ്ട്, അത് ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ലീഗൽ മാക്സിംസ് ഒക്കെ ഒന്ന് നോക്കി വയ്ക്കുക. കാരണം ലീഗൽ മാക്സിംസ് നിങ്ങൾ ആദ്യം നോക്കുക. കാരണം അവസാനം ആകുമ്പോഴത്തേനും ലീഗൽ മാക്സിം തലയിൽ കയറത്തില്ല. ആദ്യമേ ഇത് നോക്കി വയ്ക്കുക. കുറച്ച് ബുദ്ധിമുട്ടുള്ള ടേംസ് ആണ് എനിക്കറിയാം, പക്ഷേ നിങ്ങളിത് നോക്കണം. അത് അത്യാവശ്യമുള്ള കാര്യമാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഇംഗ്ലീഷിൻ്റെ പ്രിപ്പറേഷന് നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. ഇംഗ്ലീഷിൽ നമുക്ക് കുറച്ച് കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. നിങ്ങൾ 12ാം ക്ലാസ് വരെ പഠിച്ച കുട്ടികളാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇംഗ്ലീഷ് നിങ്ങൾ ഇത്രയും നാൾ പഠിച്ചതൊക്കെ തന്നെയാണ്, അല്ലാതെ എക്സ്ട്രാ ഒന്നും ഇല്ല. പിന്നെ കോംപ്രിഹെൻഷൻ ഉണ്ട്, ഗ്രാമർ ഉണ്ട്. ഗ്രാമർ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലൊരു പേടി കാണും, പക്ഷെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത്രയ്ക്ക് ടഫ് ക്വസ്റ്റ്യൻസ് ഒന്നും അല്ല ഇടുന്നത്. അപ്പോൾ നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, ബി കോൺഫിഡൻറ്റ്. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും അത്യാവശ്യമായിട്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഞാൻ അതിനനുസരിച്ച് അടുത്ത വീഡിയോ ചെയ്യുന്നതായിരിക്കും.